എത്രയാണ് നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 2,80,000 ഒരു ടിയാഗോ കൊണ്ടുപോകാം. ഇത് 4 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്ന വണ്ടിയാണ്. ഓക്കെ, 2,80,000 ഒരു ടിയാഗോ. ചെറിയൊരു കിഡിന്റെ അല്ലെങ്കിൽ അൾട്ടോ 800 പൈസക്ക് ടിയാഗോ. ഒരു 2017 VXi ഡിസയർ നിങ്ങൾക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 3.5 ലക്ഷം രൂപ കൊടുക്കാം. ZXi പ്ലസ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 20 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അന്ന് തന്നെ ഒരു 11 ലക്ഷം ഏകദേശം ഉണ്ടാവും. ഏകദേശം റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 7,400 കൊടുക്കാം വണ്ടി. 7,25,000. 7,25,000. 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇപ്പൊ നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 ലിവ ഒറിജിനൽ കേരള വണ്ടി 4,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നതാ നിങ്ങൾ പുറകിൽ കാണുന്നില്ലേ, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. ബിമൽ ട്രൂ വാല്യൂ കോഴിക്കോട് വെങ്ങളത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പൊട്ടിച്ചെറിയിട്ടുള്ള വാഹനങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷാദേ ഒന്നുള്ളൂ. സ്വാഗതം. നമ്മൾ കുറച്ച് ഓക്കെ. ഷാദ് നമ്മളെ മുന്നേ പല വീഡിയോയിലും പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിമൽ ട്രൂ വാല്യൂ വെങ്ങളത്താണ് കോഴിക്കോട്. അതായത് പുതിയ ബൈപ്പാസിന്റെ പണി നടക്കുന്നത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ തിരുവങ്ങൂരിന്റെയും വെങ്ങളത്തിന്റെ നടുവിലായിട്ട്, അതായത് അമാനാട്ടോയുടെ ഷോറൂം ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോറൂം വരുന്നത്. അപ്പോൾ എത്തിപ്പെടാന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഹൈവേയുടെ പണി നടക്കുന്നതിനോണ്ട് തെറ്റിച്ചിട്ടാണ് കാണിക്കുന്നത്. മൊത്തം ഇപ്പൊ തെറ്റിച്ചിട്ടാണ് കാണിക്കുന്നത്. ഞാനിപ്പോ വൺ വേ കയറി വന്നതാണ്. വൺ വേ കയറാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വെങ്ങളത്ത് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ വെങ്ങളം ബൈപ്പാസ്, അതായത് പാലം കയറാണ്ടേ വന്നിട്ട് വരേണ്ടി വരും അല്ലേ? അപ്പോൾ ഷഹദ് നമ്മുടെ പഴയ ക്യാമറാമാൻ കൂടിയാണ്. ടീം ടെക്കിന്റെ കുറെ കാലം ക്യാമറാമാനായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് സെയിൽസിലേക്ക്. അപ്പൊ എന്താ ഷഹദ് ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയുന്നത്? നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവിൽ ഒരു 50ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. മാരുതി വെഹിക്കിൾസ് ആണ് കൂടുതലെങ്കിലും, എന്നാലും അതർ ബ്രാൻഡുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കാണിക്കുന്ന എല്ലാ വണ്ടികളും നമുക്ക് കാണിക്കാൻ പറ്റില്ല. എല്ലാം എന്തായാലും നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫൈ ചെയ്ത വണ്ടികൾ തന്നെ സർട്ടിഫൈ ചെയ്ത വണ്ടികളാണ്. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ട് ഒരു 10-15 വണ്ടികളാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പൊ എല്ലാ ബ്രാൻഡ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമ്മൾ ഇന്ന് എത്ര മുതൽ ഏകദേശം ഒരു 1,60,000 തൊട്ടിട്ട് ഒരു 7,60,000 രൂപ വരെയുള്ള ഒരു 60 കണക്കാണല്ലേ? 1,60 മുതൽ ഒരു 7,60 വരെയുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് വണ്ടികളാണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ആരും കാണാണ്ടിരിക്കണ്ട, എന്തായാലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് വിലപ്പാകുള്ള ഒരു വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രതീക്ഷിക്കാം. അതെ, ഓക്കെ. എന്തായാലും വീഡിയോ ഓക്കെ. നമ്മുടെ ആദ്യത്തെ വാഹനം ഒരു നോൺ മാരുതി ബ്രാൻഡാണ്. ടാറ്റ KL 59 രജിസ്ട്രേഷൻ, കണ്ണൂർ തളിപ്പറമ്പാണ്. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. 19 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. എക്സെറ്റ് ആണ്, അതായത് 19 ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ടോപ്പിന്റെ വാഹനമാണ് 19. അന്ന് തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി വൈസ്. ഓക്കെ. ബാക്കി കിലോമീറ്റർ 95,000 കിലോമീറ്റർ ഓടിയത്. 95,000 ഓടിയിട്ടുണ്ട്. 2019 പെട്രോൾ വണ്ടിയാണ്. പിന്നെ 3 സിലിണ്ടർ ആണ് വരിക. മൈലേജ് ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും. വേറെ ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും റീപ്ലേസ് ഒന്നുമില്ല. നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അത്രയും ചെക്ക് പോയിന്റ്സിലൂടെ കടത്തി വിട്ടിട്ട് എടുക്കുന്ന വണ്ടികളാണ് ഓരോന്നും. ഓക്കെ. പിന്നെ വലിയൊരു മോശം എന്ന് പറയാനില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ബോഡി ലൈനും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ. ഇത് നമുക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു 2019 ഫുൾ ഓപ്ഷൻ ടിയാഗോ കൊണ്ടുപോകാം. 95,000 കിലോമീറ്റർ. അതായത് ഒരു കിഡൊക്കെ എടുക്കുന്ന പൈസക്ക് അവർ ഓട്ടത്തിന് തന്നെയാണ് ഒരു വില പോകാൻ വന്നത് അല്ലേ? ഓട്ടം എന്ന് വെച്ചാൽ വലിയ പെട്രോൾ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്നും വരില്ല കാര്യമായിട്ട്. സാറിന് ഓയിൽ സർവീസ് ചെയ്ത് കൊണ്ടുപോകാം. 14 ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. 14-17 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ. നിലവിലെടുത്ത ഒരു പണിയില്ല, എടുത്ത് ഓടിക്കാൻ. ഓക്കെ. അപ്പോൾ ലോണ് ഫുള്ള് കിട്ടൂലേ? പിന്നെ തീർച്ചയായിട്ടും കിട്ടും. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും ടിയാഗോ തന്നെ KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ അതിന്റെ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ. 18 മോഡൽ XM ആണ് വരുന്നത്. വേരിയന്റ് സെക്കൻഡ് ഓണർ. സോറി, സെക്കൻഡ് ഓണറും ആണ്. ഓക്കെ. ആ ബേസിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ. എയർ ബാഗ് സിംഗിൾ വരുമോ? എയർ ബാഗ് സിംഗിൾ വരുന്നുണ്ട്. 18 അല്ലേ? ഇല്ല. എയർ ബാഗ് ഉണ്ടാവും. എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഇല്ല. ബാക്കി പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോ എത്ര പോയി? ഇത് 72,000 കിലോമീറ്റർ. 72,000. അതിനേക്കാൾ കുറവാണ്. ആ ഒരു ഇയറും വെച്ച് നോക്കുമ്പോൾ കുറവാണ്.
ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, കുറച്ച് ടച്ചപ്പ് ബമ്പറിന്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ചെയ്യാനുണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സും ഉണ്ട് കേട്ടോ. നല്ല ടയേഴ്സും ഉണ്ട്, ഒരു 60-70% ടയേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് എത്രയാണ് നമ്മൾ ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 2.80 ഒരു ടിയാഗോ കൊണ്ടുപോകാം. ഇതും 4 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്ന വണ്ടി തന്നെയാണ്. ഓക്കെ, 2.80 ഒരു ടിയാഗോ. ചെറിയൊരു കിഡിന്റെ അല്ലെങ്കിൽ അൾട്ടോ 800 പൈസക്ക് ടിയാഗോ അല്ലേ? ഫുൾ ലോണും തന്നെ കിട്ടും. ലോണ് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാധാരണ ഒരു നോർമൽ ട്രാക്കുള്ള ആളാണെങ്കിൽ സിവിൽ സ്കോർ ഇഷ്യൂ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ, സിവിൽ തെറ്റുന്ന അവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണ് കിട്ടും. അത്രേ ഉള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും. പിന്നെ ജിതിനായിട്ട് അതിൽ നമ്മൾ പറയുന്ന വീഡിയോയിൽ പറയുന്ന റേറ്റ് ഒക്കെ ഏകദേശം ഫൈനൽ റേറ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഇവിടെ ചോദിക്കുന്ന റേറ്റ് ഇതൊന്നുമല്ല. പിന്നെ ടീം ടെക്കിന്റെ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റേറ്റ് ആക്കിയിട്ട് ഇട്ടതാണ് റേറ്റ്. അപ്പൊ ആരും വിളിച്ചിട്ട് നെഗോസിയേഷൻ ചോദിക്കരുത്. എന്താ വെച്ചാൽ റേറ്റ് അത്രയും മുട്ടിച്ചിടുന്നതാണ്. അല്ല, നിങ്ങൾ ഫൈനൽ നെഗോസിയേഷനിൽ വരുമ്പോൾ ഈ റേറ്റ് തന്നെയാണ് എത്തുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ആയിരിക്കൂല, കസ്റ്റമർ വന്നിട്ട് അതായത് നമ്മൾ വീഡിയോ ഓക്കെ. അപ്പൊ ഇതിൽ എന്തായാലും ഫൈനലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ അടുത്ത വണ്ടിയിലേക്ക്. പക്ഷെ അത് തുടക്കത്തിൽ പറഞ്ഞ മാരുതി വണ്ടികളാണ് കൂടുതൽ. പക്ഷെ മൂന്നാമത്തെ ടിയാഗോ തന്നെയാണ്. ന്യൂ ഷേപ്പ് ടിയാഗോ, KL 1 രജിസ്ട്രേഷൻ ആണ്, തിരുവനന്തപുരം വണ്ടി. ഇതിലേക്ക് വരുമ്പോൾ സേഫ്റ്റി 5 സ്റ്റാർ ആണ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് വണ്ടിയാണല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ. 2022 മോഡൽ, സെക്കൻഡ് ഓണർ, 43,000 കിലോമീറ്ററിൽ, ഫുൾ ഓപ്ഷൻ എക്സെറ്റ് പ്ലസ് മാനുവൽ വാഹനമാണ്. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് അടക്കം വരും, ഡിഫോഗർ എല്ലാം വരും. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഒരു 3 വർഷം കൊണ്ട് 43,000. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ടയേഴ്സും അടിപൊളിയാണ്. പുറകിലെ ഒരു ആവറേജ് ആണ്. ഓക്കെ, അപ്പോ എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 5 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 5 ലക്ഷത്തിന് 2022 എക്സെറ്റ് പ്ലസ് 43,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. വെറും 5 ലക്ഷം ഫുൾ ലോൺ കിട്ടും. ഓക്കെ, താല്പര്യം പെട്ടെന്ന് വിളിച്ചോളൂ അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ മാരുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബാക്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ? സോറി. അപ്പോൾ മാരുതിയിൽ എത്തിയപ്പോൾ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ ആണ്, VDI. മിഡിൽ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ. മൈലേജ് എങ്ങനെ പോയാലും ഒരു 20 റേഞ്ച് എന്തായാലും ഉണ്ടാവും. അതിന്റെ മേലോട്ട് തന്നെ നോക്കിയാൽ മതി അല്ലേ? ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രമാണ്, ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല അല്ലേ? ക്രാക്ക് ആയിട്ട് മാറിയതായിരിക്കും, ചെറിയ എന്തെങ്കിലും വിഷയവും. ഓക്കെ, 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വണ്ടി ഫുൾ ഹിസ്റ്ററി. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. നല്ല ടയർ ഭാഗങ്ങൾ ഫ്രണ്ടിലുണ്ട്, പുറകിൽ ആവറേജ് ഉള്ളൂ. ഓക്കെ, പിന്നെ വണ്ടി വേറെ ഓടിക്കുന്നതിലൊന്നും വേറെ ഒരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാം? നമുക്കൊരു 5,60,000 രൂപ കൊടുക്കാം. 5.60 ഡീസൽ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. VDI. അപ്പൊ പറയുന്ന ഫൈനൽ പ്രൈസ് ആണ്. ലോണ് ഫുള്ള് ഏകദേശം കിട്ടും. കിട്ടും. ഇതൊക്കെ ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ ആണ്. അല്ല, വണ്ടിക്ക് കിട്ടുമെന്നുള്ളതാണ്. വണ്ടിന്റെ വാല്യുവേഷൻ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടും. അപ്പൊ താല്പര്യം നിങ്ങൾ എന്തായാലും വിളിച്ചോ അടുത്ത വണ്ടിയിലേക്ക്. ഇതാ വീണ്ടും സ്വിഫ്റ്റ് വന്നിരിക്കുന്നു. KL 11 രജിസ്ട്രേഷൻ വാഹനം തന്നെ. ഇത് ഓട്ടോമാറ്റിക്. പെട്രോൾ ZXi പ്ലസ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. നേരത്തെ ഡീസൽ കാണിച്ചു, ഇപ്പൊ പെട്രോൾ. ഏതാ മോഡൽ ഇത്? 2020 മോഡൽ. 20 മോഡൽ, സിംഗിൾ ഓണർ, 68,000 കിലോമീറ്റർ. 68,000. ഓക്കെ, നോർമൽ ഔട്ടാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഫ്രണ്ടിൽ ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ബോണ്ട് മാത്രം, അതായത് മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കമ്പനി കറക്റ്റ് ഷോറൂം ബോണ്ട് മാത്രം മാറിയാ. ഓക്കെ, ഫുൾ സർവീസ് ഉണ്ട്. ഇത് നമ്മളെടുത്ത് ഒരു കസ്റ്റമർ ഒരു 2018 ZDI ബ്രസ്സൊക്കെ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്നതാണ്. ഓക്കെ, അപ്പൊ 2020 ZXi പ്ലസ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. 68,000 സംതിങ് കൂടെ വണ്ടി അല്ലേ? പക്ഷെ വെൽ മെയിൻറ്റൈൻഡ് ആട്ടോ. കസ്റ്റമർ അങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ക്ലീൻ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് സിംഗിൾ തന്നെ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. മൈലേജ് ഒരു 18 വരെയൊക്കെ കിട്ടും. ഓട്ടോമാറ്റിക് ആയോണ്ടാ 18-19 കിട്ടും. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 6,30 കൊടുക്കാം. 6,30,000 രൂപയ്ക്ക് ZXi പ്ലസ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 20 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ,
വേഗം വിളിച്ചോ, വേഗം വിളിച്ചോളി. ലോൺ എത്ര കയറുമോ? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം, കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ സ്വിഫ്റ്റിനേക്കാൾ കൂടിയ ഒരു ഐറ്റം വന്നിരിക്കുകയാണ്. ബലേനോ KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ അതേ കാര്യങ്ങൾ? ഇത് 2017 മോഡല് ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആണ്. പക്ഷെ ഓൾമോസ്റ്റ് ഇതില് അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരുന്നുണ്ട് അല്ലേ? എല്ലാം വരും, അതാ പറഞ്ഞത്. ഓൾമോസ്റ്റ് ഓട്ടോ ക്ലൈമറ്റ്, AC, അതും വരും, മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട്. അലോയ്സ് ഉണ്ടാവില്ല, ബാക്ക് ഡിഫോഗർ, വൈപ്പർ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഡെൽറ്റയിൽ ഒരുവിധം ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും അലോയ് ഉണ്ടാവില്ല എന്ന് മാത്രമേ അത്രേ ഉള്ളൂ വ്യത്യാസം. വ്യത്യാസമൊന്നുമില്ല. 17 മോഡലാണ്. ഓട്ടോ എത്ര പോയി? 69,000 കിലോമീറ്റർ. 69. ഒരു 8 വർഷത്തെ നോർമൽ ഓട്ടോ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം ഇല്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് ഓടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ബലേനോ ആണ്. മൈലേജ് ഒരു 13-16 റേഞ്ച്, 16-17 വരെ ഒക്കെ കിട്ടും ലോങ്ങിന്. ഓക്കെ. പിന്നെ എത്രയാണ് ഇപ്പൊ ചോദിക്കുന്നത്? നമുക്ക് 5,20,000 രൂപയ്ക്ക് കൊടുക്കാം. 5,20,000 2017 ക്ലീൻ പീസ് ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർ വണ്ടി, ഡെൽറ്റ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടി 5,20,000 രൂപയ്ക്ക് 2017 ബലേനോ. ഫുൾ ഓൺ ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്തതാ ബലേനോ ആണ്. ന്യൂ ഷേപ്പ് ബലേനോ KL84 രജിസ്ട്രേഷൻ വാഹനം അല്ലേ? എങ്ങനെ കാര്യമാണ്? ഇത് 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പില് 8,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സീറ്റ 23 വെറും 8,000 മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? 2 വർഷം കൊണ്ടാണ്. അത്രയും ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. സീറ്റാണ് ഓപ്ഷൻ. സീറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, അലോയ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു പുതിയ ബലേനോ ഒക്കെ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് എത്ര വരും? ഏകദേശം 11-11.5 ലക്ഷം റുപ്യ വരുന്നുണ്ട് ഇപ്പോൾ പുതിയ സീറ്റൊക്കെ തന്നെ അല്ലേ? പുതിയ ബലേനോയ്ക്ക്. അതായത് 25. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് തന്നെ ഒരു 11 ലക്ഷം ഏകദേശം ഉണ്ടാവും. ഏകദേശം റേറ്റ് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 7,400 കൊടുക്കാം വണ്ടി. 7,25,000. 7,25,000. 8,000 കിലോമീറ്റർ ഓടിയ 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്താ പ്രശ്നമുണ്ടോ? മേജർ ആക്സിഡന്റ് ഇല്ല, ചെറിയൊരു ക്ലെയിം ഉണ്ട്. എന്താ പറ്റിയ? കസ്റ്റമർ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് വീട്ടില് മതിലിന് കൊണ്ടുപോയിട്ട് ഇടിച്ചതാ. വണ്ടി മുന്നോട്ട് പോയപ്പോ കസ്റ്റമർ ഒന്ന് പാനിക് ആയതാ, ഒന്ന് പേടിച്ചു പോയതാ. സംഭവം എന്ത് ചെയ്യണം എന്നുള്ള ഒരു എപ്രാളം ഉണ്ടാവുമല്ലോ, അതിൽ കൊണ്ട് ഇടിച്ചാണ്. ബോണറ്റും ബമ്പറും റീപ്ലേസ് ഉണ്ട്. 80,000 രൂപയുടെ ക്ലെയിമാണ് കമ്പനി തന്നെ ചെയ്ത. ഓക്കെ. അതായത് കസ്റ്റമർ പിന്നെ ആ തട്ടിയതിൽ പിന്നെ ഉപയോഗിക്കേണ്ടെന്നുള്ളൊരു ഇതിൽ നമ്മളെടുത്ത് തന്നെ ന്യൂ കാർ എടുത്തു പോയതാ. എക്സ്ചേഞ്ച് വന്നാൽ. ഓക്കെ. അപ്പോൾ ലോ കിലോമീറ്റർ 8,000 കിലോമീറ്റർ. അതായത് വണ്ടി നമുക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ മനസ്സിലാവും. അതായത് ഒരു പുതിയ കാർ ഓടി ടയേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സ്റ്റെപ്പിന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നില്ല, കാരണം സ്റ്റെപ്പിന് ഇവിടെ വന്ന സമയത്ത് നല്ല വെയിലാണല്ലോ, പഞ്ചറായി പോയത്. സ്റ്റെപ്പിന് ഇറക്കിയിട്ടുണ്ട്. ചില കാറിൽ പറയും സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല, പക്ഷെ സ്റ്റെപ്പിന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 7,400 നല്ല വണ്ടി കേട്ടോ. 23 സീറ്റാ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ എന്തായാലും വണ്ടി കിട്ടും അല്ലേ? തീർച്ചയായും കിട്ടും. ഓക്കെ. അപ്പൊ താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടി അടുത്തത് പഴയ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതിപ്പോ നല്ല തണലുള്ള മരമുണ്ട്, അതിന്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയോടെ കിടക്കുന്നത്. കുറച്ച് ഇലകളൊക്കെ ഉള്ളത് മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പോളിഷ് അടിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കാം. എങ്ങനെ ഡീറ്റെയിൽ? നമുക്കിത് 2016 മോഡല് സിംഗിൾ ഓണർ. ഏകദേശം കിലോമീറ്റർ ഒരു 60,000 സംതിങ് ഓടിയിട്ടുണ്ടാവുള്ളൂ. അതെ, കിലോമീറ്റർ. അതെ, ഏകദേശം ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് നോക്കിയ സമയത്ത് ഏകദേശം 62-63 അങ്ങനെ എന്തോ ഉള്ളൂ. എന്തായാലും 70-ന്റെ ചോടെ ഓടിയിട്ടുള്ളൂ. ലോക്കാണോ വണ്ടി? വണ്ടി ലോക്കാ. നിങ്ങൾ കാണുമ്പോ പേർക്ക് ഇന്ത്യ രജിസ്റ്റർ ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാ. അതെ, ഇത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ കിലോമീറ്റർ ഒന്ന് നമുക്ക് എന്താക്കാം, കാണിച്ചു കൊടുക്കാം. അപ്പൊ സിംഗിൾ ഓണർ ആണ്. ZXi ആണ് വേരിയന്റ് വരുന്നത്. 2016 ഫുൾ ഓപ്ഷൻ. ZXi ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം 60 സംതിങ് ഓടിയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊക്കെ മേജർ ഇല്ലല്ലോ, ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാ. ബമ്പറിന്റെ മുകളിലൊക്കെ കുറച്ച് പെയിന്റ് കയറിയിട്ടുണ്ട്. പെയിന്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ടച്ചപ്പ് കുറച്ച് കയറിയിട്ടുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. അലോയ്സും കാര്യങ്ങളെല്ലാം നല്ല ടയേഴ്സും ഉണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്. 4 ടയറും. എത്ര കൊടുക്കുന്നത്? നമുക്കൊരു 4,70,000 രൂപയ്ക്ക് കൊടുക്കാം. 4,75,000 2016 ZXi സ്വിഫ്റ്റ് 60,000 സംതിങ് ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകാം. പെട്ടെന്ന് വിളിച്ചു. അടുത്ത വണ്ടി. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് സെലേറിയോ ആണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡല് VXi സെക്കൻഡ് ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ. അതായത് 42,900 സംതിങ്, 43 പറയാം. 43,000 17 മോഡലില് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അന്നത്തെ ടോപ്പിന്റെ ആണ് VXi. അന്ന് ഏതാ? അന്ന് ZXi ഉണ്ട്. ഓക്കെ.
അപ്പോൾ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല. ഇത് പൊട്ടിയിട്ടുണ്ട്, മിറർ ഉണ്ട്. ഇത് നമ്മൾ വണ്ടി എടുത്തു വരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് തട്ടിയതാണ്. ആ തട്ടലിൽ തന്നെ ഇവിടെ ചെറുങ്ങനെ ബമ്പർ ഇതായിട്ടുണ്ട് അല്ലേ, ബമ്പറിലെ സ്ക്രാച്ച് ആ മിറർ പൊട്ടിയിട്ട് മാറ്റി കൊടുക്കാലോ. നമ്മൾ മാറ്റി കൊടുക്കും. യോക്കോമോന്റെ 4 പുതിയ ടയറാണ്. ഒന്നും ചെയ്യാനില്ല, എടുത്തു കഴിഞ്ഞാൽ എടുത്ത് ഓടിക്കാന്ന് മാത്രമേ ഉള്ളൂ. 43,000 കിലോമീറ്റർ മാത്രം ഓടിയ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് VXi സെലേറിയോ എത്ര കൊടുക്കാം? നമുക്കൊരു 4,30,000 രൂപയ്ക്ക് കൊടുക്കാം. 4,30,000 VXi സെലേറിയോ കൊണ്ടുപോകാം. 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഇത് ഫുൾ ഓൺ തന്നെ ചാൻസ്. അടുത്തത് ഒരു ക്വിഡാണ് KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ RXT എന്ന് പറഞ്ഞ വേരിയന്റ്. RXT ഓപ്ഷനിലുണ്ടാവും, അതിന്റെ തൊട്ട് താഴെ വരുന്ന ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷന്. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ്. അതായത് 9,000 കിലോമീറ്റർ 8,900 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ക്വിഡാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ RXT ഓട്ടോമാറ്റിക് 1000 cc വരുന്ന വാഹനമാണ്. MT ഗിയർ ബോക്സ് ആണ് വരിക. ഒരു നോബ് പോലെ ഗിയർ ഉണ്ടാവാം, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അങ്ങനെ ഉണ്ടാവാം ഓപ്ഷൻസ്. ഓക്കെ, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. അതായത് 4 പുതിയ ടയർ തന്നെ. അതായത് ഏകദേശം പുതിയ തന്നെ അല്ലേ? പുതിയ തന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 3,25,000 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്ന വെറും 8 സംതിങ് ഓടിയ ഈ ഒരു ക്വിഡ് ഓട്ടോമാറ്റിക് വണ്ടി 3,25,000 നിങ്ങൾക്ക് കൊണ്ടുപോകും. RXT ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓണും കൊടുക്കാം. ഒരു 18, 19, 20 റേഞ്ച് മൈലേജ്. ഒരു 2017 VXi ഡിസയർ നിങ്ങൾക്ക് എത്ര കൊടുക്കാം? നമുക്കൊരു 3,50,000 രൂപ കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് അങ്ങ് തരും. 2017 VXi ഡിസയർ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. എന്താ സംഭവം? ഡീറ്റെയിലേക്ക് പോകുന്ന മുന്നേ ഇതിന് ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വില കുറഞ്ഞത്. അല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4,400 മേലെ പോവും. അതിന്റെ വില പോവാ. ഓക്കെ, 4,400 അല്ല, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലോറി വന്നിട്ട് ബാക്കിൽ ഇടിച്ചതാണ്. ഇടിച്ച സമയത്ത് ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു വണ്ടി, മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അടിച്ച ആ ഒരു മൂവ്മെന്റിൽ അതുപോലെ എന്താ പറയാ, ബോണറ്റ് ബമ്പർ റീപ്ലേസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും പരിക്കുണ്ട്. ഡിക്കി ആപ്രോണും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങോട്ടേക്കൊന്നും എത്തിയിട്ടില്ല, പില്ലറിലേക്കൊന്നും എത്തിയിട്ടില്ല. പുറകിൽ മാത്രം അല്ലേ, ഡിക്കിയുടെ ഈ ഭാഗത്ത്. ഓക്കെ, ഇത് സിംഗിൾ ഓണർ ആണ്. 1,53,000 കിലോമീറ്റർ ഓടിയത്. 1,53 VXi ആണ് പെട്രോൾ വണ്ടി. പെട്രോൾ VXi വണ്ടിയാണ്. കമ്പനി തന്നെ വർക്ക് എടുത്താണ് അവർ ഫുള്ള്. കമ്പനി തന്നെ വർക്ക് എടുത്താൽ എനിക്ക് തോന്നുന്നു ഒരു 2,50,000 റുപ്യന്റെ ക്ലൈമറ്റും വരുന്നത്. ക്ലെയിം വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. കമ്പനി തന്നെ അടുപ്പിച്ചത്. ഓക്കെ, എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഈ ഒരു ക്ലെയിം വന്നുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഓട്ടോ അവര് ഇത് വന്നതല്ലേ. പക്ഷെ എന്നാലും വണ്ടി ഇപ്പോൾ ഓടിക്കുന്നതിലൊന്നും വേറെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പുതിയ ടയേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. 18-20 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു സെഡാൻ കാറ്റഗറി വാഹനമാണ്. മഴക്കാലത്ത് ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറുന്നില്ല, ഡിക്കിയിലേക്കൊന്നും കയറുന്നൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തായാലും ഫുൾ ലോണ് ലഭിക്കുന്ന ഒരു വണ്ടി അല്ലേ? അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് നല്ലൊരു ഒറിജിനൽ കേരള എറ്റിയോസ് ലിവ KL 11 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഷാദേ ഡീറ്റെയിൽ? ഇത് 2016 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 89,000 ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. അലോയ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, ഡിഫോഗർ ഉണ്ടാവും. വൈപ്പർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ലിവയാണ്. മൈലേജ് ഒരു 12 to 15 റേഞ്ച് കണ്ടാൽ മതി. ഇപ്പൊ ഡീസൽ വേണ്ടവർക്ക് നമുക്ക് ഡീസലുണ്ട്. 2018 വൈറ്റ് തന്നെ ഡ്യുവൽ ടോൺ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ VXD ടോപ്പ് ആൻഡ് ഡീസൽ ഉണ്ട്. സിംഗിൾ ഓണർ ആണ്. 68,000 രൂപയാണ്. അതും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? ഇപ്പൊ നമുക്ക് 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2016 ലിവ ഒറിജിനൽ കേരള വണ്ടി 4,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബി ഓപ്ഷൻ ആണ്. വലിയ മെയിൻ്റെനൻസ് ആയിട്ട് ഒന്നും പേടിക്കേണ്ട, കൊണ്ടു നടക്കേണ്ട ഒരു വണ്ടി അല്ലേ? ഓക്കെ, ലോൺ ഒരു 3.5 കിട്ടും. 3.5 എന്തായാലും. അടുത്ത വണ്ടിയിൽ അടുത്തത് നമ്മൾ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞ സ്റ്റാർട്ടിംഗ് വണ്ടിയില്ല, 1,60,000 രൂപയ്ക്ക് കൊടുക്കുന്ന ആൾട്ടോ ആണ്. KL 12 രജിസ്ട്രേഷൻ ആൾട്ടോ 800. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2012 മോഡല്. സിംഗിൾ ഓണർഷിപ്പിൽ 89,000 കിലോമീറ്റർ ഓടിയ വണ്ടി. LXi ആണ്. 89,000 LXi 1,60,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4 പുതിയ ടയർ ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് വണ്ടി ഇപ്പോൾ കൊണ്ടുപോയി ഒന്നും ചെയ്യാനില്ല. ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക്
ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. 2012 അൾട്ടോ 800 1,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്നും ചെയ്യേണ്ട, ടയർ പോകാൻ പോലും ഒന്നും ചെയ്യാനില്ല. പെട്രോൾ അടിക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. 18-20 റേഞ്ച് മൈലേജും കിട്ടും. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? 12 ആണ്, എന്നാലും നമുക്ക് മാക്സിമം ചെയ്യാം. ഒരു 1.5 വില എന്തായാലും കിട്ടുമായിരിക്കും. വീണ്ടും ഒരു അൾട്ടോ 800 തന്നെ അല്ലേ? അതെ. KL 18 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ? 18 അല്ല 78. എനിക്ക് തോന്നുന്നു, സോറി, അവിടുന്ന് കണ്ടുപിടിച്ചില്ല. ഇരട്ടി 78 ഇരട്ടിയാണ്. സോറി, അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തേക്കാണ്. കണ്ണൂർ ജില്ല, ഇരട്ടി വാഹനം. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, സിംഗിൾ ഓണറിൽ 42,000 കിലോമീറ്റർ വണ്ടി. 21 LXi ആണ്. 42,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 2020. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, പ്രോപ്പർ കമ്പനി സർവീസിലുണ്ട് കേട്ടോ. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് ഒരു 3,27,000 രൂപ കൊടുക്കാം. 3.25 ലക്ഷത്തിന് 2021 മോഡൽ LXi 42,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഈ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന ഈ ഒരു അൾട്ടോ 800 നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാക്സിമം ലോൺ കയറും. ഫുൾ ലോൺ ചാൻസ് ഉണ്ട്, കൂടുതലാണ്. നോക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെലറിയോ സെയിം നേരത്തെ കണ്ട റെഡ് കളർ തന്നെ അല്ലേ? അതെ, ഇത് മാനുവൽ ആണെന്നേ ഉള്ളൂ. മാനുവൽ, ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു. BXi തന്നെ 2015 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് 15-80,000. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടാവുന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ടയറും അത്യാവശ്യം ഉണ്ട്. ഫ്രണ്ടില് ബാക്കില് കുറവാണ്. ഫ്രണ്ടില് നല്ല ടയേഴ്സ് ആണ്, ബാക്കില് കുറവാണ്. ഇതേത് രജിസ്ട്രേഷൻ വരുന്നത്? KL 55 അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 2,95 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2015 BXi സെലേറിയോ 2,95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫൈനൽ റേറ്റ് ആണ്. ഫുൾ ലോൺ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സാലറി ആണ് ഒരു 14-17 റേഞ്ച് മൈലേജ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ബ്രസ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ 760 160 മുതൽ 760 നമ്മൾ പറഞ്ഞത്. അപ്പോൾ 760 വണ്ടിയാണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ബ്രസ. ഇത് ഡീസലാ? ഇല്ല, പെട്രോളാ? VXi മിഡിൽ ഓപ്ഷൻ. ഏതാ മോഡല്? ഇത് 2021 മോഡല്. 21 പ്ലസ് 21 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 40,000 ഓടിയ VXi ബ്രസ, പെട്രോൾ ബ്രസ, 21 മോഡലിലാണ്. 760 2021 വണ്ടിക്ക്. ഓക്കെ, ഗ്രില്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ലൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ സർവീസ് ഇല്ലേ? ഫുൾ സർവീസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ വേറെ ഉണ്ട്. സ്വിഫ്റ്റ് തന്നെ 2016 മുതൽ 23 വരെയുള്ള വണ്ടികളുണ്ട്. ബലേനോ ഉണ്ട്. നമ്മൾ കുറച്ച് ചുരുങ്ങിയ വണ്ടികൾ കാണിച്ചു തന്നല്ലോ. പല വിലകളിൽ തന്നെ ഉണ്ട്. അത് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ നമ്പർ തരുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അതിൽ കാറ്റലോഗിന്റെ ഒരു ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള മൊത്തം സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ഓക്കെ, നല്ല അടിപൊളി വിലയുള്ള വണ്ടികളാണ് നമ്മൾ കൂടുതൽ കാണിച്ചത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ മറന്നു വരുത്. നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വ്യൂറെന്നോ മറ്റോ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. നമുക്കൊരു സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. പിന്നെ ഒരു കാര്യം കൂടി, ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ റീപ്ലൈ അതൊന്ന് ശ്രദ്ധിക്കുക. വാട്സപ്പിൽ അയച്ചോളൂ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.